തൃശ്ശൂർ പ്രാഞ്ചിയേട്ടൻ ഗഡീസ് അവതരിപ്പിക്കുന്ന ലഘുനാടകം വരിക വരിക സഹചരെ. ഹലോ, ആ എൻ്റെ മനുഷ്യ ഒന്നും ഞാൻ പറയുന്ന കേക്ക്. അതെ, ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. അച്ഛൻ ഇങ്ങനെ ഒന്നോ രണ്ടോ പോകുന്നുള്ള രീതിയിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരിക? ആ അത് തന്നെയാ ഞാൻ ഈ പറഞ്ഞ, കൂടി വന്ന ഒന്നോ രണ്ടോ ദിവസം, അതിൽ കൂടുതലൊന്നും നീണ്ടു പോവില്ല ഇത്. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നാളത്തെ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരൂ. അപ്പൊ നമുക്ക് അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സ്വത്തിന്റെ കാര്യം കൂടെ തീരുമാനമൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒരുമിച്ചങ്ങ് തിരിച്ചു പോകാം. അത്രേ ഉള്ളൂ. ആ ശരി. നിങ്ങൾ ഇങ്ങനെ എല്ലാ നേരവും അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഷെയർ മാർക്കറ്റിന്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കൂടെ? അല്ലെങ്കിൽ തന്നെ അച്ഛനെ നോക്കാൻ വരെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറിയാൽ ഒരാഴ്ച അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഇത് അത്രയൊന്നും നിൽക്കില്ല. മാക്സിമം 1 ദിവസം, അതിനുള്ളിൽ തന്നെ എല്ലാം തീരുമാനമായിക്കോളും. ഇതിപ്പോ എത്ര ദിവസമായി ഇന്നോ നാളെന്നും പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ബിസിനസ് ആണെങ്കിൽ മൊത്തം കുളമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ തന്നെ തിരിച്ചു പോകുന്നതാണ് നമുക്ക് നല്ലത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നീ എന്താ വേണമെന്ന് ചെയ്. അയ്യോ അയ്യോ, അച്ഛൻ ഏട്ടാ, അച്ഛൻ അച്ഛൻ അവസാന ശ്വാസം തോന്നണേ. സുശീലേ, എന്താ അച്ഛാ, വെള്ളം വേണോ? എന്താ തീർന്നോ? നീ പോയി ഗംഗാജലെടുത്തുണ്ടോ? വലം വെക്ക്, വലം വെക്ക്. രാമ 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 രാമ. ഹലോ, രാമ 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 വരം വെക്ക്. രാമ രാമ പതുക്കെ കുടിക്കണേ. ഓ, തീർന്നു. അയ്യോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. സുശി, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യ്. ഗാഥ, അച്ഛനൊരു ഫോട്ടോ എടുത്ത് വെക്ക്. പത്രത്തിൽ മറ്റും കൊടുക്കേണ്ടതല്ലേ? അതെ, ഞാൻ കുടുംബ ഗ്രൂപ്പിൽ ഇടട്ടെ. വാട്സാപ്പിലോ? അത് വേണ്ട. ഏകപങ്കം എന്നുള്ളതിലേക്ക് അത് എന്റെ അവകാശമാണ്, ഞാൻ ഇട്ടോളാം. ആ ഇതെന്താ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാനും ഇപ്പൊ പുതിയ ആചാരങ്ങളോ? ചേച്ചി, എന്റെ അടുത്ത് തർക്കിങ് എന്നൊക്കെ അത് വിളക്ക് പോലെ തന്നെ മറ്റും നോക്ക്. എന്തേലും ഒക്കെ പറഞ്ഞോളൂ. അല്ല, നിങ്ങളുടെ കയ്യിൽ വല്ല അച്ഛന് നല്ല ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ പുറപ്പെട്ടോളൂ. അപ്പൊ നിന്റെ ഫോട്ടോ പോലും ഇല്ല. അതല്ലേ ഞാൻ പറഞ്ഞ ഞാൻ ഇടാന്ന്. ഓ, അപ്പൊ ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടോ? ആ, അതൊക്കെ ഉണ്ട്. ഓ, അതാണല്ലേ വന്നപ്പോ തന്നെ എന്റെ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ഇപ്പൊ മനസ്സിലായി. നീ എന്നാ ഫോട്ടോ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യും, ഞാനിടാം. ചെയ്താ ഓക്കെ. ഞാൻ വോയിസ് ഇടണ്, മിണ്ടരുതേ. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വത്സല പിതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ശ്രീ കളത്തിൽ രാമനുണ്ണി മാസ്റ്റർ അല്പസമയം മുമ്പ് നിര്യാതനായ വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. ഞാനും ഒരു വോയിസ് ഇടട്ടെ, എല്ലാരും ഒന്ന് മിണ്ടാണ്ടി. ഞങ്ങളുടെ വാത്സല്യസ്നിധിയായ അച്ഛൻ അല്പസമയത്തിനു മുമ്പ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. ഹലോ, അതെ ഫാദറിലോ, ഇത്തിരി നേരത്തിന് മുമ്പ്. കുറെ കാലായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിങ്ങനെ കിടക്കുന്നത്. കുറച്ചു നേരത്തിന് മുമ്പ് പുള്ളി പോയി. ഇല്ലില്ല, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ ബൈ. ഓ, എന്താണ് ഭയങ്കര ഹാപ്പി ന്യൂസ് ആണല്ലോ നിങ്ങളെല്ലാം പറയുന്നേ. അല്ല, നിനക്ക് എന്തോ ഒരു പുച്ഛം? അവളെ കല്ലേ ഉള്ളൂ അച്ഛനോട് സ്നേഹം. ഓ,
നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇന്ത്യ വോയിസ് ഇത്ര ഹാപ്പി ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്തിട്ട് കുറച്ച് കരച്ചിലൊക്കെ ചേർത്താൻ കിട്ടുള്ളൂ. ആണോ? രണ്ടാമത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യൂ. ഞാനൊരു വോയിസ് കൊണ്ട് ഇടാൻ മിണ്ടരുത്. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വത്സല പിതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കളത്തിൽ രാമനുണ്ണി മാസ്റ്റർ അല്പസമയം മുമ്പ് നിര്യാതനായ വിവരം നിങ്ങളെ വ്യസന സമേതം അറിയിച്ചുകൊള്ളട്ടെ. എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കായിരുന്നു. ഓ, ഒരു അച്ഛൻ സ്നേഹി. ഒരു കാര്യം പറഞ്ഞേക്കാം, നാട്ടുകാരൊക്കെ ഇപ്പോൾ എത്തിക്കൊടുന്നു. നമ്മൾ തമ്മിലുള്ള തർക്കം നാട്ടുകാരെ കൂടെ അറിയിക്കണ്ട കേട്ടോ. അല്ല, സംസ്കാരത്തിന്റെ സമയം കൂടെ അറിയിക്കണ്ടേ? ഒന്നും കൂടി ഇടാം. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇലക്ട്രിക്കൽ മെട്രോയത്തിൽ വെച്ച്. അയ്യോ, ഇതൊക്കെ നമ്മൾ വേണ്ടപ്പെട്ടവരോട് അന്വേഷിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ തീരുമാനിക്കാൻ? അല്ല, ഇതാരാ ഈ വേണ്ടപ്പെട്ടവര്? ഞാനിവിടെ വന്നിട്ട് ഒരു ഒറ്റ മനുഷ്യനെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. മാധവേട്ടൻ പറഞ്ഞല്ലോ നമ്മളില്ലാത്തപ്പോ എല്ലാ കാര്യവും അവര് വന്ന് അന്വേഷിക്കാറുണ്ടെന്ന്. ഓ പിന്നെ അയ്യോ, അച്ഛൻ മരിച്ചിട്ടില്ല ചേട്ടാ. ചേച്ചി, അച്ഛൻ മരിച്ചിട്ടില്ല. അയ്യോ, അപ്പൊ തീർന്നില്ലേ? അച്ഛൻ വീണ്ടും പറ്റിച്ചു. ഇതൊരു കഷ്ടാണ്. വെള്ളം വേണോ? എന്താ അച്ഛൻ ഈ പറയുന്നേ? അതെ, അച്ഛന് ചായ വേണമെന്ന്. കൊണ്ടുകൊടുക്ക്. ചായയോ ചാരായോ എന്താ വേണമെന്ന് കൊണ്ടുകൊടുക്ക്. അതെ, അച്ഛൻ എന്താ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അല്ലേ അച്ഛന്റെ മാനസപുത്രി? ഒന്ന് കേട്ടെ. എന്താച്ചാ പാട്ടോ? അതെ, അച്ഛൻ പറയുന്നതേ അച്ഛന് പഴയ പാട്ട് കേൾക്കണമെന്ന്. വരിക വരിക സഹചര്യ, അത് വെച്ചു കൊടുക്കാൻ. പാട്ട് കേൾക്കാൻ പറ്റിയ സമയം വെച്ചു കൊടുക്ക്. മതിയാവോളം കേൾക്കട്ടെ. ഒരു കാര്യമുണ്ട്, നാളെയും കൂടെ ഞാൻ കാത്തു വെക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. പിന്നെ നിങ്ങൾ അച്ഛനും മക്കളുമായി നിങ്ങളുടെ പാടായി. സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകനാ. ഇതെന്താ ഈ അച്ഛൻ എന്തോ പിന്നെയും പറയുന്നു? ഗാഥ ഒന്ന് വന്ന് കേക്ക്. എന്നെ ഈ അച്ഛൻ പറയണേ? ചേച്ചി, അച്ഛൻ പാടുകയാണോ എന്റെ കൂടെ? വരിക വരിക സഹചര്യെന്ന്. പിടിക്ക്. പറ്റിയ സമയവും പ്രായവും പാട്ട് പാടാനായിട്ട്. ഒരു കാര്യം ചെയ്യും, നീയും കൂടെ പാട്ടും പാടി വേണേ ജാഥയ്ക്കും കൂടെ ഇറങ്ങിക്കോ. എനിക്ക് മതിയായി. ആയിക്കോട്ടെ. വരിക വരിക സഹചരേ സമര സമരമായി. പൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ? എന്തൊരു ശല്യാണിത്? ഇവിടെ ആരുമില്ലേ? അച്ഛൻ എന്താ കാണിക്കുന്നേ? അച്ഛനാണെങ്കിൽ ജാമ്പവാന്റെ ഈ പെട്ടി തന്നെ പാട്ട് കേൾക്കും വേണം. എന്താ ഇത്? പറ്റണില്ല, ഇതങ്ങ് ഓഫ് ചെയ്തേ ഗാഥ. ഇതേ നീ അച്ഛനെ നോക്കാനെന്നും പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങി നടക്കുന്നല്ലാണ്ട് നീ എന്തേലും ചെയ്യണ്ട. ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ. ഇങ്ങനെ തന്നെ ഏട്ടാ, അച്ഛനെ നോക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലോ. ഞങ്ങൾ എന്തൊക്കെ ടെൻഷനാണ് ഞങ്ങൾ അവിടെ വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുന്നത്, ഏട്ടനറിയില്ലേ? അപ്പൊ ഞാനോ ഇവളെക്കാളും 10 ഇരട്ടി ടെൻഷനുമായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. കുറ്റം പറയാൻ എന്ത് എളുപ്പാ. ഇനിയും എത്രയെന്ന് വെച്ചിട്ടാണ്? ഇതേ ഒരു കാര്യം, നാളെ ഞാൻ പോകുന്നതിന് മുമ്പ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞേക്കാം. അല്ല, എന്താ ഈ തീരുമാനം? ഇതൊക്കെ നമ്മൾ നേരത്തെ എല്ലാ തീരുമാനങ്ങളും എടുത്തല്ലേ? ഈ വീടും അതിന്റെ ചുറ്റുമുള്ള ഈ 20 സെന്റ് ഗോപിക്ക്, അപ്പുറത്ത് കിടക്കുന്ന പറമ്പ് ഗാഥയ്ക്ക്, സ്കൂളിനപ്പുറമുള്ള പറമ്പ് എനിക്ക്, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനമാക്കിയതാ.
എന്താ ഇപ്പം ആർക്കും വേണ്ടാത്ത ഈ വീടും പറമ്പും ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. ദേ വേണ്ടാത്ത വർത്താനം പറഞ്ഞേക്കല്ലേ. അതെ ചേട്ടാ, ഒന്ന് പതുക്കെ പതുക്കെ, അച്ഛന് കേക്കാം. അച്ഛൻ എന്തോ പിന്നെയും പറയുന്നു. എന്താ അച്ഛന് പാട്ട് പിന്നെയും വെക്കണം. വെക്കും. എനിക്കും പറ്റില്ല, ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഡോക്ടർ എന്താ പറഞ്ഞ, ഇത് ഒരാഴ്ച കൂടുതൽ നീണ്ടു പോവില്ല എന്ന്. അതെ, എന്നിട്ട് ഇപ്പോഴോ അച്ഛൻ ചോദിക്കുന്നു ഡോക്ടർ എന്താ പറഞ്ഞെന്ന്. പറഞ്ഞു കൊടുക്കൂ. അയ്യോ, ഇതാ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ വന്നിരിക്കുന്നു. നിങ്ങളെ മെസ്സേജ് ഒന്നും ഡിലീറ്റ് ചെയ്തില്ലേ? വേഗം ഡിലീറ്റ് ചെയ്യൂ, വേഗം ഡിലീറ്റ് ചെയ്യൂ. ഇലക്ഷനാണ് വരാൻ, വോട്ട് മറക്കരുത്. മാഡം വോട്ട് ചെയ്തിട്ടില്ലേ? ആരാ സാറേ വോട്ട് ചെയ്തിട്ടില്ലേ? മറ്റു കമ്മിറ്റിക്കാർ വരുന്നതിന് മുമ്പ് നമുക്ക് എത്തണം. വേഗം വായോ, ക്യാമറ റെഡിയല്ലേ? ആ, എന്തായാലും ഭാഗ്യമായി, ആരും വരുന്നതിന് മുമ്പ് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ വീട്ടുകാരും കാണാനില്ലല്ലോ. എല്ലാരും എവിടെ പോയി? ഒരാളെയും കാണാനില്ല. ആ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും രാമനുണ്ണി മാഷ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് വളരെ ദുഃഖമുണ്ട്. ക്യാമറ ഇവിടെ വാ. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ എടുക്കൂ. അനുശോചനം പറയട്ടെ. ഇവിടെ നോക്കൂ. നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ നാട്ടിലെ ഒരേ സ്വാതന്ത്ര്യ സമര സേനാനി രാമനുണ്ണി മാഷ് വിവരം വ്യസന സമേതം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. നാട്ടുകാരുടെ അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അത് വടി വീണതാണ്. വരൂ, റീത്ത് വെക്കാം. മെമ്പർ നടക്കൂ, നീങ്ങൂ, ഫസ്റ്റ് പോട്ടെ. അതെ, ഒരു കാര്യം ഒന്ന് കേൾക്കൂ. ചെറിയ കാര്യം, ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കാം. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം. വരൂ വരൂ, ക്യാമറ കൊണ്ടുവരൂ. സോൾവ് ചെയ്യാം. കുറച്ചു നേരം മുമ്പ് ശ്വാസം നിന്നപ്പോ ഞങ്ങൾ വിചാരിച്ചെല്ലാം തീർന്നു. ചെറിയൊരു വല്ലാത്ത ചതിയായി പോയി ഗോപികൃഷ്ണ. എത്ര ബുദ്ധിമുട്ടായി റീത്ത് സംഘടിപ്പിച്ചെന്നറിയോ? തന്നോട് അപ്പോഴേ പറഞ്ഞത് വാങ്ങണ്ടെന്ന്. അപ്പോഴേക്കും ധൃതി പിടിച്ചു പോയി വാങ്ങണ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ മെമ്പർ കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോളൂ. ക്യാമറ നിർത്തടോ. ഇനിയിപ്പോ താൻ എന്ത് കാണാൻ നിൽക്കണേ? നാണം കടന്നിട്ട് വാടോ, വാടോ. ആ റീതതാ എന്റെ ഈ നെഞ്ഞത്ത് വെച്ചോളെ. നിങ്ങക്ക് ഇപ്പൊ എന്താ? ഞാൻ മരിച്ച പോലെ തന്നെയല്ലേ. എന്നെ കൊണ്ടും എന്റെ ജീവിതം കൊണ്ടും ഒന്നും നിങ്ങൾക്കൊരു കാര്യം ഇല്ല. ഇനി ശരിക്കും ഞാൻ മരിച്ചു എന്ന് കേട്ടാലും ഇതും കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. മക്കളോടും കൂടിയാ പറയണ. മരിച്ചിട്ട് കുഴിച്ചിടാനായിട്ടും കൂടി നിങ്ങളൊന്നും വരണമെന്നില്ല. എല്ലാം കഴിഞ്ഞ ഈ സ്വത്തൊക്കെ നിങ്ങൾ അങ്ങോട്ട് വീതിച്ചെടുത്തോളെ. അതുപോലെ വരിക വരിക സഹചരെ,
സഹന സമര സമയമായി. ഗാദേ, നീ ആ പാട്ടൊന്ന് വെക്കേ. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകനാ. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ. താങ്ക് യു.